ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. നിപ്പ, ഷിഗല്ല, മലേറിയ തുടങ്ങിയ മാരകരോഗങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യ ഭീഷണി ഉയർത്തി മാലിന്യ കൂമ്പാരം. കസബ പോലീസിന്റെ കള്ളക്കഥകളും കേസും കൊണ്ട് സമരപോരാളികളെ അപമാനിക്കാൻ സാധിക്കില്ലെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. ചാത്തമംഗലത്ത് ലോറി സ്കൂട്ടറിലിടിച്ച് അപകടം. ഹാൻഡ്ബോൾ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒളിമ്പിക്സ് സെലിബ്രേഷൻ ജൂൺ 21-നും 23-നും. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുടെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പ് മേധാവിമാരുടെയും പഞ്ചായത്ത് സെക്രട്ടറിമാരുടെയും യോഗം ചേർന്നു. ഭക്ഷ്യസുരക്ഷാ പരിശോധനകൾ, കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേഷൻ എന്നിവ ശക്തമാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ പരിശോധിച്ച് പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യമില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. രോഗബാധ റിപ്പോർട്ട് ചെയ്ത പഞ്ചായത്തുകളിലെ സെക്രട്ടറിമാർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം. സ്കൂളുകളിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ബോധവൽക്കരണ ക്ലാസുകൾ, അസംബ്ലികളിൽ സന്ദേശങ്ങൾ വായിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകി. ഡെങ്കിപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വെള്ളിയാഴ്ച സ്കൂളുകൾ, ശനിയാഴ്ച സ്ഥാപനങ്ങൾ, ഞായറാഴ്ച വീടുകൾ എന്നിങ്ങനെ ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ യോഗത്തിൽ തീരുമാനിച്ചു. ഡെങ്കിക്കെതിരെ 1 ഗോൾ എന്ന പേരിൽ വിദ്യാലയങ്ങളിൽ ഉറവിട നശീകരണം ശക്തമാക്കും. മെയിൻ പ്രോബ്ലം ഡ്രിങ്കിങ് വാട്ടറിൻ്റെ തന്നെ കണ്ടാമിനേഷൻ വരുന്നതാണ്. ഡ്രിങ്കിങ് വാട്ടറും പിന്നെ കൈ ക്ലീൻ ചെയ്യാതെ ഉപയോഗിക്കുക. പലപ്പോഴും നമ്മൾ വെള്ളം യൂസ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രവണത എന്ന് പറയുന്നത് തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ അല്ലെങ്കിൽ തിളപ്പിച്ച വെള്ളത്തിൻ്റെ കൂടെ പച്ചവെള്ളവും കൂടെ ചേർക്കാനുള്ള ഒരു പ്രവണത നമ്മൾ എല്ലായിടത്തും കാണാറുണ്ട്. അത് റിസോർട്ട് ചെയ്യാതിരിക്കുക. നമ്മൾ തിളപ്പിച്ച വെള്ളം പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതേപോലെ സ്വിമ്മിംഗ് പൂളുകളിലൊക്കെ ഇറങ്ങാനുള്ള അല്ലെങ്കിൽ വെള്ളം നമ്മുടെ ഈ സ്റ്റിൽ വാട്ടറിൽ ഇറങ്ങാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ വെള്ളം ഉള്ളിലേക്ക് പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാണ്. ജില്ലയിലെ പകർച്ചവ്യാധികളുടെ കണക്ക് ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ VR ലതിക അവതരിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VP രാജേഷ്, വിവിധ വകുപ്പ് മേധാവികൾ, പഞ്ചായത്ത് സെക്രട്ടറിമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചാത്തമംഗലത്ത് ലോറി സ്കൂട്ടറിലിടിച്ച് അപകടം. അപകടത്തിൽ ഇരുചക്രവാഹന യാത്രക്കാരി സിന്ധുവിന് ഗുരുതര പരിക്കേറ്റു. ഒരേ ദിശയിൽ വന്ന സ്കൂട്ടറിൽ ലോറി ഇടിക്കുകയായിരുന്നു. മുക്കം കുന്നമംഗലം റോഡിലെ ടിപ്പർ ലോറികളുടെ അമിത വേഗവും മത്സരയോട്ടവും വീണ്ടും അപകടത്തിന് വഴിവെച്ചു. വ്യാഴാഴ്ച വൈകിട്ട് ചാത്തമംഗലം കള്ളുഷാപ്പ് സ്റ്റോപ്പിന് സമീപം സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന സ്ത്രീയെ ടിപ്പർ ലോറി ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ കുന്നമംഗലം സ്വദേശിനി സിന്ധുവിന് ഗുരുതര പരിക്കേറ്റു. ആദ്യം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മൈത്ര ആശുപത്രിയിലേക്ക് മാറ്റി. മുക്കം കുന്നമംഗലം റോഡിൽ ടിപ്പർ ലോറികളുടെ നിയന്ത്രണമില്ലാത്ത ഓട്ടം ഇരുചക്രവാഹന യാത്രികർക്കും കാൽനട യാത്രക്കാർക്കും നിരന്തരം ഭീഷണിയാവുന്നുണ്ടെന്ന പരാതികൾക്കിടെയാണ് വീണ്ടും ഗുരുതര അപകടമുണ്ടായത്. ടിപ്പർ ലോറികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം നാട്ടുകാർ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിപ്പ, ഷിഗല്ല, മലേറിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ നഗരത്തിൽ പല ഭാഗങ്ങളിലും കൂട്ടിയിട്ട മാലിന്യം ആരോഗ്യ ഭീഷണി ഉയർത്തുന്നു. കോർപ്പറേഷൻ പരിധിയിൽ ഹരിതകർമ്മ സേന ശേഖരിച്ച മാലിന്യങ്ങളാണ് ഇത്തരത്തിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. മാലിന്യങ്ങൾ മഴയിൽ നനഞ്ഞ് നഗരത്തിൽ പലയിടത്തും ദുർഗന്ധം വമിക്കുന്നുണ്ട്. മാലിന്യം തള്ളുന്നതിന് കോർപ്പറേഷൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്ന ടാഗോർ ഹാളിന്റെ പരിസരം മാലിന്യം കൊണ്ട് നിറഞ്ഞു.
പൊളിച്ചിട്ട ഹാളിന്റെ പരിസരത്തുള്ള ടാഗോർ പ്രതിമയ്ക്ക് ചുറ്റും നഗരത്തിൽ നിന്നും ശേഖരിച്ച മാലിന്യമാണ്. കഴിഞ്ഞ ദിവസവും ഹരിതകർമ്മസേന വാഹനം വന്ന് ഇവിടെ മാലിന്യം തള്ളിയിരുന്നു. മഴക്കാലമായതോടെ പകർച്ചവ്യാധിയുടെ ഭീതിയിലാണ് ചുറ്റുമുള്ള ഫ്ളാറ്റുകളിലെയും കച്ചവട സ്ഥാപനങ്ങളിലെയും ആളുകൾ. മാലിന്യം സംസ്കരിക്കാനായി കരാറെടുത്തിരിക്കുന്ന കമ്പനി മാലിന്യം ശേഖരിക്കുന്നില്ലെന്നാണ് ഹരിതകർമ്മസേന അധികൃതർ പറയുന്നത്. ഏഴിടകിലൻ കോഴിക്കോട് എന്നെഴുതിയ ചാക്കുകളിൽ ഉപയോഗിച്ച ഡയപ്പറുകൾ ഉൾപ്പെടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. കാരപ്പറമ്പ് കുണ്ടുപറമ്പ് റോഡിൽ പഴയ തുണികളും ഓൺലൈൻ ആപ്പുകളുടെ പ്ലാസ്റ്റിക് ഭക്ഷണ പാത്രങ്ങളുമുണ്ട്. നാപ്കിനുകൾ മഴയിൽ അഴുകിയും പാത്രങ്ങളിൽ വെള്ളം നിറഞ്ഞും കിടക്കുന്നത് പ്രദേശത്ത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്നു. മലാപ്പറമ്പ് റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലാബോറട്ടറിക്ക് സമീപത്തും മെഡിക്കൽ കോളേജ് ഹൗസിംഗ് ബോർഡ് കോളനിക്ക് സമീപത്തും മാലിന്യങ്ങൾ കൂട്ടിയിട്ട നിലയിലാണ്. ഹൗസിംഗ് ബോർഡ് കോളനിക്ക് സമീപം കൂട്ടിയിട്ടിരുന്ന മാലിന്യങ്ങളിൽ നിന്നും കുറച്ചു ഭാഗം കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തിരുന്നു. സെൻട്രൽ മാർക്കറ്റിലെ ബയോഗ്യാസ് പ്ലാന്റിന് മുന്നിൽ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യം കഴിഞ്ഞ ദിവസം നീക്കം ചെയ്തു. എങ്കിലും ഇതിന് സമീപത്തായി തെർമോകോൾ പെട്ടികളും മറ്റും മാലിന്യങ്ങളും അലക്ഷ്യമായി കിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കസബ പോലീസിന്റെ കള്ളക്കഥകളും കേസും കൊണ്ട് സമരപോരാളികളെ അപമാനിക്കാൻ സാധിക്കില്ലെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നേതാക്കൾ. മലബാർ +1 സീറ്റ് അവഗണനയ്ക്കെതിരെ പോരാട്ടം തുടരുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മലബാറിലെ +1 സീറ്റ് അവഗണനയ്ക്കെതിരെ DDE ഓഫീസ് ഉപരോധിച്ച് റിമാൻഡിലായ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നേതാക്കളെ കസബ സ്റ്റേഷനിലെ CIയുടെയും SIയുടെയും നേതൃത്വത്തിൽ ക്രിമിനൽ വൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമാധാനപരമായാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകർ സമരം ചെയ്തത്. എന്നാൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കണക്കെ വളരെ ക്രൂരമായാണ് പോലീസ് സമരത്തെ നേരിട്ടത്. ഉപരോധത്തിൽ അണിനിരന്ന നേതാക്കളെ ക്രൂരമായി മർദ്ദിച്ചാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. മലബാറിലെ 80,000-ലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ എയ്ഡഡ് മേഖലയിൽ +1 സീറ്റില്ലാത്ത വിഷയത്തിൽ നീതി പുലരും വരെ ഫ്രട്ടേണിറ്റി പോരാട്ടം തുടരുമെന്നും നേതാക്കൾ പറഞ്ഞു. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് ജില്ലയിൽ 10ാം ക്ലാസ് പരീക്ഷ എഴുതി +1 സീറ്റിനു വേണ്ടി 46,979 വിദ്യാർത്ഥികൾ ഇപ്പോൾ HSS ക്യാപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 46,979 വിദ്യാർത്ഥികൾ. ഈ ജില്ലയിൽ ആകെയുള്ള സീറ്റ് എന്ന് പറയുന്നത് 29,200 സീറ്റാണ്. VHSC, ITI, പോളിടെക്നിക് അങ്ങനെ എല്ലാം കൂട്ടിയാൽ 5,717 സീറ്റുണ്ട്. 10ാം ക്ലാസ് പരീക്ഷ പാസ്സായ ആകെ വരുന്ന 34,000 വിദ്യാർത്ഥികൾക്കാണ് ഈ ജില്ലയിൽ ഹയർ സെക്കൻഡറി സീറ്റ്, VHSC സീറ്റ്, ITI, പോളിടെക്നിക് അങ്ങനെ 10ാം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആകെ കോഴ്സുകളുടെ സീറ്റുകളുടെ എണ്ണം പറയുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് നയീം ഗഫൂർ NK, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാസിത്ത് താനൂർ, സംസ്ഥാന സെക്രട്ടറി ഷിബിൻ റഹ്മാൻ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി നാസിം പൈങ്ങോട്ടായി, ജില്ലാ കമ്മിറ്റി അംഗം സെൽവ അബ്ദുൽ ഖാദർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above ₹2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹാൻഡ്ബോൾ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒളിമ്പിക്സ് ഡേ സെലിബ്രേഷൻ സംഘടിപ്പിക്കും. ആഘോഷത്തിന്റെ ഭാഗമായി ജൂൺ 21 ചിത്രരചനാ മത്സരവും 23 റാലിയും നടത്തും. കുട്ടികളുടെ കലാ വാസനകളെ പ്രോത്സാഹിപ്പിക്കുക എന്നതിലുപരി ഒരു ഒളിമ്പിക്സ് സന്ദേശം നൽകുക എന്നതാണ് ഇതിന്റെ ഭാഗം. ഇതിന്റെ ഭാഗമായി 23-ാം തീയതി ബീച്ചിൽ വൈകിട്ട് ഒളിമ്പിക് ദിന റാലിയും കൂടി നടത്തുന്നത് 1000ഓളം ആളുകൾ പങ്കെടുത്തു. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ്
ഒളിമ്പിക്സ് അസോസിയേഷനിലെ ഒരു പ്രധാന സംഘാടക എന്ന നിലയിൽ ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ ഈ പരിപാടിയുമായി മുന്നോട്ട് വന്നത്. ജൂൺ 23 ഒളിമ്പിക് ദിനത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷൻ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ജൂൺ 21 LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രി വിദ്യാർത്ഥികൾക്കായി ചിത്രരചനാ മത്സരം നടക്കും. കോഴിക്കോട് മലാപ്പറമ്പ് വേദവ്യാസ സൈനിക വിദ്യാലയത്തിൽ വെച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മിലി മോഹൻ ഉദ്ഘാടനം ചെയ്യും. ജൂൺ 23 കോഴിക്കോട് ബീച്ചിൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് റാലിയും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ജയപ്രകാശ് ബാബു, വൈസ് പ്രസിഡന്റ് KP രാജീവൻ കോവൂർ, സെക്രട്ടറി രാജേഷ് P മാങ്കാവ്, ട്രഷറർ ആഷിഖ് വിശ്വനാഥ് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിൽ ഉറുദു ഭാഷയുടെ പ്രചരണത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സാഹിത്യകാരനും കാലത്തിനൊപ്പം സഞ്ചരിച്ച മഹാകവിയുമായിരുന്നു SM സവർവർ എന്ന് സാഹിത്യകാരൻ PK പാറക്കടവ്. കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ഉറുദു ഭാഷയുടെ പ്രചാരണത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച സാഹിത്യകാരനും കാലത്തിനൊപ്പം സഞ്ചരിച്ച മഹാകവിയുമായിരുന്നു സയ്യിദ് മുഹമ്മദ് സർവർ എന്ന് പ്രശസ്ത സാഹിത്യകാരൻ PK പാറക്കടവ് അഭിപ്രായപ്പെട്ടു. SM സർവർ ജന്മദിനത്തിന്റെ ഭാഗമായി കേരള ഉറുദു ടീച്ചേഴ്സ് അക്കാദമിക് കൗൺസിൽ സംഘടിപ്പിച്ച വിവിധ കലാസാഹിത്യ മത്സരങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിൽ ഉറുദു ഭാഷ വലിയ പങ്കുവഹിച്ചിട്ടുണ്ടെന്നും നിലവിൽ ഈ ഭാഷയെ അരിവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അതിനെതിരെ പൊതുസമൂഹവും ഭാഷാസ്നേഹികളും ജനാധിപത്യ മതേതര വിശ്വാസികളും രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർദാർ ജഫ്രിയുടെ മൈ ജേണി എന്ന ഒരു വലിയ കവിതകളുടെ സമാഹാരവും എൻ്റെ ഹോം ലൈബ്രറിയിലുണ്ട്. ഞാൻ ഇടയ്ക്കിടെ വായിക്കുന്ന പുസ്തകം. അതുപോലെ തന്നെ പിൽക്കാലത്ത് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ ഖുറത്തുൽ ഹൈദറുടെ കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട് പരിഭാഷയിലൂടെ. ഖുറത്തുൽ ഹൈദറുടെ ഒരു നീണ്ട കഥ ഞാൻ അക്കാലത്ത് വളരെ കാലങ്ങൾക്ക് മുമ്പ് വാരാന്ത്യ മാധ്യമത്തിലൂടെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പരപ്പിൽ MMVHSSൽ നടന്ന ചടങ്ങിൽ KUTA സംസ്ഥാന പ്രസിഡന്റ് TA റഷീദ് പന്തല്ലൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സലാം മലയമ്മ ആമുഖ പ്രഭാഷണം നടത്തി. സ്കൂൾ ഹെഡ്മാസ്റ്റർ റിയാസ് മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ PTA പ്രസിഡന്റ് ഇസ്ഹാഖ്, മാനേജ്മെന്റ് പ്രതിനിധി ഹസൻ കോയ, സ്റ്റാഫ് സെക്രട്ടറി KM അബ്ദുൽ നാസർ, അക്കാദമി വിംഗ് ചെയർമാൻ NK റഫീഖ്, കോഴിക്കോട് ജില്ലാ ഭാരവാഹികളായ യൂനുസ് വടകര, CT അബൂബക്കർ, സ്കൂൾ അധ്യാപിക ഷബ്ന, സംഗീത അധ്യാപകൻ ജവാദ് അബ്ദുൽ ഖാദർ എന്നിവർ സംസാരിച്ചു. അക്കാദമിക് കൗൺസിൽ ഒരുക്കിയ SM സർവർ ഡോക്യുമെന്ററി പ്രദർശനവും SM സർവർ സ്കൂൾ തല ഉറുദു ക്വിസ് മത്സരവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ പുഷ്പ കൃഷി ആരംഭിച്ചു. കോർപ്പറേഷൻ 49ാം ഡിവിഷനിലാണ് പൂക്കൃഷി ആരംഭിച്ചത്. കൗൺസിലർ നിമ്മി പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളി നഗരം തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷൻ ഡിവിഷൻ 50ൽ പുഷ്പ കൃഷിക്ക് തുടക്കമിട്ടു. ഓണത്തിന് പൂക്കൾ ലഭ്യമാക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പുഷ്പ കൃഷി ആരംഭിച്ചത്. കൃഷി ഓഫീസർ ഷമാ ബീഗത്തിൽ നിന്നും തൈകൾ വാങ്ങി നട്ട് കൗൺസിലർ നിമ്മി പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വാർഷിക പദ്ധതിയോടനുബന്ധിച്ചിട്ടുള്ള ഓണക്കാലത്തെ പൂക്കൃഷിയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ളത്. നമ്മളെ തൊഴിലുറപ്പിൻ്റെ ആളുകളാണ് ഇന്ന് ഈ പദ്ധതിയിൽ മുൻകൈ എടുത്തിട്ട് ചെയ്യുന്നത്. കൗൺസിലർമാരായ കൊല്ലരത്ത് സുരേശൻ, PP ബീരാൻകോയ, കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി അജീഷ് ചെറിയ കോലോത്ത്, പദ്ധതി ഓവർസിയർ റുഷാന, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്തു. 500ഓളം പുഷ്പ തൈകളാണ് നട്ടത്. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. അൽഹാജ് ചെപ്പുകളത്തിൽ കെ ഇമ്പിജിക്കോയ ഹാജിയുടെ ഓർമ്മ ദിനം ആചരിച്ചു. ചടങ്ങിൽ ഉസ്താദ് കക്കാട്ട് അബ്ദുൽ അസീസ് ബാക്കഫിയെ ആദരിച്ചു. അൽഹാജ് ചെപ്പുകളത്തിൽ കെ ഇമ്പിജിക്കോയ ഹാജിയുടെ ഓർമ്മ ദിനം ആചരിച്ചു. ദിക്ർ മജ്ലിസ് കരീറ്റിപ്പറമ്പ് മുഹമ്മദ് മുസ്ലിയാറും ഖത്തം ദുവ കാക്കാട്ട് അബ്ദുൽ അസീസ് ബാക്കഫിയും നിർവഹിച്ചു. പുന്നക്കൽ മീത്തൽ ഹാജി ആലിക്കുട്ടി സാഹിബ്, സെയ്ദ് അബ്ദുള്ള കുനിയൻകുളങ്ങര, CK അഫ്മിഷ് മുഹമ്മദ് അലി, CK അജ്മൽ, അബദുൽ ഖാദർ തുടങ്ങിയവർ സംസാരിച്ചു. മക്കത്തും മദീനത്തും തായിഫിലും പിന്നെ കൂടാതെ ഖത്തർ, കുവൈത്ത് ഇവിടെ ഒക്കെ ഖത്തീബായി നിന്ന് തിളങ്ങിയ ഒരു മഹാവ്യക്തിത്വത്തിനാണ് നമുക്കിന്ന് കിട്ടിയത്. 25 വർഷം സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവിടങ്ങളിൽ ഖത്തീബായി സേവനം ചെയ്ത ഉസ്താദ് കാക്കാട്ട് അബ്ദുൽ അസീസ് ബാക്കഫിയെ കേളി കേരള കർമ്മ ശ്രേഷ്ഠ പുരസ്കാരം നൽകി ആദരിച്ചു. അല്ലാഹു ഖുർആനിൽ തന്നെ പറഞ്ഞത്, നമ്മൾ എന്ത് അധ്വാനിക്കുന്നുവോ അധ്വാനിക്കുന്ന 100 രൂപ കിട്ടിക്കുകയാണെങ്കിൽ അതിൽ 50 രൂപയും സ്വന്തം മാതാവിനും പിതാവിനും കൊടുക്കണം. 25 നമ്മൾ ഭീഷണി വെക്കണം, 25 നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യണം. ഈ നിലയ്ക്ക് പഠിച്ച് ഇവർ അൽഹംദുലില്ലാ 16 വർഷത്തോളം വിദേശത്ത് ജോലി ചെയ്ത് വീണ്ടും പിന്നെ ഖത്തറിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മളെ ഈ ബന്ധപ്പെടാൻ കഴിഞ്ഞതിനും. പരിപാടിക്ക് ഒളോങ്ങൽ ഇസ്മായിൽ, അലി ആരാമ്പ്രം തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് അന്നദാനവും നടന്നു. ന്യൂസ് ബ്യൂറോ, നരുക്കുനി. SYS സാന്ത്വന കേന്ദ്രം നടുവണ്ണൂർ കുന്നരംവെള്ളിയിൽ ഓക്സിജൻ സിലിണ്ടർ സമർപ്പണം നടത്തി. VT സൂരജ് MLA സമർപ്പണം നിർവഹിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു വരുന്ന SYS സാന്ത്വന കേന്ദ്രം കുന്നരംവെള്ളിയുടെ ആഭിമുഖ്യത്തിൽ ഓക്സിജൻ സിലിണ്ടർ സമർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു. ആംബുലൻസ് സൗകര്യവും കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ കട്ടിൽ, എയർബഡ് ഓക്സിജൻ സിലിണ്ടർ മുതലായ എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ ഒരുക്കിയ സ്ഥാപനമാണ് കുന്നരംവെള്ളി SYS സാന്ത്വന കേന്ദ്രം. ചടങ്ങിൽ പ്രദേശത്തെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ചടങ്ങിൽ VT സൂരജ് MLA ഓക്സിജൻ സിലിണ്ടർ സമർപ്പണം നിർവഹിച്ചു. കുന്നരംവള്ളി എന്ന ഈ ചെറിയ പ്രദേശത്ത് നടക്കുന്ന ഈ സ്ഥാപനം എത്രയോ തലമുറകളെ നമ്മുടെ ചിന്തകൾക്കപ്പുറം നമുക്ക് ചിലപ്പോ ആളുകൾക്ക് കട്ടിലെത്തിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ വാട്ടർ ബെഡ് വേണ്ടവർക്ക് അതെത്തിച്ചു കൊടുക്കുന്നു, വീൽ ചെയർ വേണ്ടവർക്ക് അതെത്തിച്ചു കൊടുക്കുന്നു, ഓക്സിജൻ സിലിണ്ടറുകൾ ആവശ്യമായി വരുന്നിടത്ത് ഓക്സിജൻ സിലിണ്ടറുകൾ എത്തിച്ചു കൊടുക്കുന്നു. അതിനേക്കാളൊക്കെ അപ്പുറത്ത് മനുഷ്യരെ മറന്നു പോകുന്ന ഒരു കാലത്താണ്. ആൾക്കാർ തമ്മിൽ വഴിക്ക് വേണ്ടി യുദ്ധം നടത്തുന്ന കാലമുണ്ട്, പരസ്പരം തർക്കിക്കുന്ന സമയങ്ങളുണ്ട്. മനുഷ്യന്റെ മൂല്യവും മറ്റുള്ളവരുടെ പ്രയാസവും ഒക്കെ പലപ്പോഴും പലരും മറന്നു പോകും. അങ്ങനെ മറന്നു പോകുന്നവരോടൊക്കെ ഈ സ്ഥാപനം ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, നമുക്ക് ചുറ്റുമുള്ള ആളുകൾക്കിടയിൽ ഒരു പ്രയാസം വരുന്ന സമയത്ത് അവന്റെ ജാതിയോ അവരുടെ മതമോ അല്ലെങ്കിൽ അവരുടെ ഗോത്രമോ. കുന്നരംവെള്ളി ജുമാ മസ്ജിദ് ഖത്തീബ് സിറാജുദ്ദീൻ അശ്ശരി പ്രാർത്ഥന നടത്തി. യൂസുഫ് ലത്തീഫി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ PP ജബ്ബാർ ഹാജി അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ മജീദ് സക്കാഫി കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി. KM സൂപ്പി മാസ്റ്റർ, CH ബാലൻ, VP കുഞ്ഞമ്മദ് കുട്ടി, TM ശശി, ഷാഹിർ അസരി, VK ഇസ്മയിൽ, യഹയ അൻവർ, സജീർ വാളൂർ, ഇസ്മയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. SYS സ്വാന്തനം ഓർഗനൈസർ VK മുജീബ് മാസ്റ്റർ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സബരിയ കലാക്ഷേത്രയുടെ നേതൃത്വത്തിൽ ലോക സംഗീത ദിനമായ ജൂൺ 21 നാദോപാസന സംഘടിപ്പിക്കുന്നു. 3 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ഗായകർ പങ്കെടുക്കുന്ന പരിപാടി ശ്രീദേവി കല്യാണമണ്ഡലത്തിലാണ് അരങ്ങേറുക. ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന മഹത്തായ ഒരു സംഗീത സമർപ്പണമാണ് നാദോപാസന.
ജാതി മത പ്രായ ദേശമന്യേ 3 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള 100-ൽ പരം ഗായകർ ഒരേ വേദിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിലൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇതിനായിട്ട് ഞങ്ങൾ വേദി കണ്ടെത്തിയിരിക്കുന്നത് കോഴിക്കോട് തന്നെ വളയനാട് ദേവീക്ഷേത്രത്തിന് സമീപമുള്ള ശ്രീദേവി കല്യാണ മണ്ഡപത്തിൽ രാവിലെ 7 മണി മുതൽ നാദോപാസന ആരംഭിക്കുന്നതാണ്. ഭാരതീയ ശാസ്ത്രീയ സംഗീതത്തിന്റെയും ഭക്തി സംഗീതത്തിന്റെയും പ്രചാരവും പരിപോഷണവും യുവപ്രതിഭകളെ പ്രോത്സാഹിപ്പിക്കലും സമ്പന്നമായ സംഗീത സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കലും സംഗീതത്തിലൂടെ ഐക്യവും സൗഹൃദവും വളർത്തിയെടുക്കലുമാണ് നാദോപാസനയുടെ പ്രധാന ലക്ഷ്യങ്ങളെന്ന് സംഘാടകർ പറഞ്ഞു. അപ്പം മെയിനായിട്ട് നമ്മൾ ഈ നാദോപാസനയിൽ ഉദ്ദേശിക്കുന്നത് ശുദ്ധ സംഗീതം എന്നുവെച്ചാൽ ഭക്തി സാന്ദ്രമാകുമ്പോൾ കുട്ടികളിൽ കുറേ നല്ല കഴിവുകളും നല്ല വ്യക്തിത്വങ്ങളും വളർന്നു വരും. സ്വഭാവ രൂപീകരണത്തിൽ തന്നെ വ്യത്യാസങ്ങളുണ്ടാകും. അപ്പം കുട്ടികൾ ആ ഒരു പ്രാക്ടീസൊക്കെ ആകുമ്പോൾ നമ്മളുടെ ഈ വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കാനും പിന്നെ കൂട്ടായ്മയും എങ്ങനെ സംസാരിച്ച് ഒരു വ്യക്തികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു കുടുംബമായിട്ടാണ് ഞങ്ങളുടെ ഈ അക്കാഡമി മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ഒരു 5 തലമുറകൾ തന്നെ പഠിക്കുന്നുണ്ട്. അച്ഛൻ, അമ്മ, മകൻ, മരുമകൻ, അവരുടെ പേരമക്കൾ, അങ്ങനെ തലമുറകളായിട്ട് വരെ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ്. 100-ലധികം ഗായകരുടെ കൂട്ടായ സംഗീതാവിഷ്കാരവും ശാസ്ത്രീയ സംഗീത ഉപകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയ സംഗീതാർച്ചനയും വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യവുമാണ് നാദോപാസനയുടെ പ്രത്യേകതകൾ. ജൂൺ 21 ലോക സംഗീത ദിനത്തിൽ വളയനാട് ദേവീക്ഷേത്രത്തിലെ ശ്രീദേവി കല്യാണ മണ്ഡപത്തിലാണ് സബര്യ കലാക്ഷേത്ര ഒരുക്കുന്ന നാദോപാസന അരങ്ങേറുന്നതെന്നും സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കേരളത്തിൽ NDAയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന പാർട്ടിയാണ് LJP. സംസ്ഥാന നേതൃത്വത്തിന്റെ ഏകാധിപത്യ രാഷ്ട്രീയം സംഘടനയിൽ ജനാധിപത്യമില്ലാതാക്കി. സാമ്പത്തിക ലാഭത്തിനു വേണ്ടി LJPയെ ഒറ്റിക്കൊടുക്കുന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് KS ഗിരിജയുടെ നേതൃത്വത്തിൽ 100ഓളം പ്രവർത്തകർ രാജിവെച്ചത്. ഇനി മുതൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ജനശക്തി കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കാനും ഇവർ തീരുമാനിച്ചു. സൗത്ത് ഇന്ത്യയുടെ ചുമതല വഹിക്കുന്ന ദേശീയ സെക്രട്ടറിയായി KS ഗിരിജയെ ദേശീയ കമ്മിറ്റി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ശിവാസ് കൺവെൻഷൻ ഹാളിൽ വെച്ച് നടന്ന സ്വീകരണ സമ്മേളനവും മേഖലാ കൺവെൻഷനും ജനശക്തി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മനോജ് ശങ്കരനെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഷാജി S നായർ അധ്യക്ഷനായിരുന്നു. ഷബീർ ചക്കരപ്പറമ്പ്, ബേബി ദാക്ഷായണി, അരവിന്ദാക്ഷൻ കാട്ടാക്കട, സഹർ ഖാൻ, അഭിലാഷ് കുമാർ കൊല്ലം തുടങ്ങിയവരും സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം. നിപ്പ, ഷിഗല്ല, മലേറിയ തുടങ്ങിയ മാരക രോഗങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ആരോഗ്യ ഭീഷണി ഉയർത്തി മാലിന്യ കൂമ്പാരം. കസബ പോലീസിന്റെ കള്ളക്കഥകളും കേസും കൊണ്ട് സമരപോരാളികളെ അപമാനിക്കാൻ സാധിക്കില്ലെന്ന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. ചാത്തമംഗലത്ത് ലോറി സ്കൂട്ടറിലിടിച്ച് അപകടം. ഹാൻഡ്ബോൾ അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒളിമ്പിക്സ് സെലിബ്രേഷൻ ജൂൺ 21-നും 23-നും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.